അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, രാഷ്ട്രീയപരമായിട്ട് ഒരു ചെറിയൊരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റിൽ പറയുക. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് വലിയ രീതിയിൽ വീണ് കിടക്കുകയായിരുന്നു. അപ്പോഴാണ് 3 വട്ടം അടുപ്പിച്ച് ഇപ്പോൾ കോൺഗ്രസ് ജയിച്ചിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ തന്നെ ഈ ഭരണത്തിൻ്റെ വീഴ്ചകളാണെന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ നമ്മുടെ രമേശ് ചെന്നിത്തലയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതല്ല, ഇത് 100% ഞാൻ എഴുതി ഒപ്പിട്ടുതരാം. ഷാഫി പറമ്പിൽ എന്ന ഒരു നേതാവിൻ്റെ, ഒരു വ്യക്തിയുടെ ഒരു പ്രത്യേക ഇമേജാണ് ഇവരെല്ലാം ജയിപ്പിച്ചിരിക്കുന്നത്. അതിന് ഉദാഹരണം പറഞ്ഞുതരാം. പാലക്കാട് ഈ ശ്രീകണ്ഠൻ MP ആയി ജയിച്ച ആള്, അയാൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രചരണം നടത്തിയത് ഷാഫി പറമ്പിലാണ്, മുന്നിൽ നിന്നിട്ട്. ഈ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആരാന്ന് പോലും അറിയില്ല. ഞാൻ പാലക്കാട്ടുകാരനാണ്, എനിക്ക് പോലും അറിയില്ല ഇത് ആരാന്നുള്ളത്. പക്ഷെ ഷാഫി പറമ്പിലിനെ അറിയാം. അയാള് മുന്നിൽ നിർത്തിയിട്ടാണ് ശ്രീകണ്ഠനെ ജയിപ്പിച്ചത്. രണ്ടാമത് രാഹുൽ മാങ്കൂട്ടത്തിൽ അതേപോലെ തന്നെ ആരാന്ന് പോലും പാലക്കാട്ടുകാർക്ക് അറിയില്ല. പക്ഷെ ഷാഫി പറമ്പിൽ മുന്നിൽ നിന്ന് ജയിപ്പിച്ചു. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ആര്യാടൻ ഷൗക്കത്തിനെ പോലും നല്ല രീതിയിൽ ജയിപ്പിക്കാൻ വേണ്ടി അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ടോട്ടൽ പറഞ്ഞു വരുന്നത്, കോൺഗ്രസ് കേരളത്തിൻ്റെ അകത്ത് തിരിച്ചു വരണമെങ്കിൽ ഷാഫി പറമ്പിലിനെ ഒരു നേതാവാക്കണം, പ്രതിപക്ഷ നേതാവാക്കണം, കോൺഗ്രസിന്റെ മെയിൻ പാർട്ടി നേതാവാക്കണം. അങ്ങനെയാണെങ്കിൽ 100% അടുത്ത പ്രാവശ്യം കോൺഗ്രസ് തന്നെയാണ് ഭരണത്തിൽ വരിക. ഞാൻ നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ഷാഫി പറമ്പിലിനെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചെറിയ കുറച്ച് ആളുകൾ മാത്രമേ ഈ ഷാഫി പറമ്പിലിന് എതിരേ ഉള്ളൂ. ബാക്കി 80% ആൾക്കാർ അയാളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പാലക്കാട് അയാൾ കഴിവ് തെളിയിച്ചതാണ് പല രീതിയിൽ. ഇപ്പം ഭരിക്കുന്ന സ്ഥലത്തും ഒരുപാട് നല്ല അഭിപ്രായം പറയുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ പറയാം. നമ്മുടെ ഷാഫി പറമ്പിൽ ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി ആകുകയാണെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? കേരളം രക്ഷപ്പെടുമോ? ഒരുപാട് ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടാവുമോ? ഒരുപാട് നല്ല കാര്യം കേരളത്തിൽ ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ചെയ്തു തരുമോ? നിങ്ങളുടെ കമന്റിൽ പറയുക. ഓക്കെ.